ലാസിന്റെ കാമുകനാണ് ഗൈസ്. കാമുകനൊന്നുമല്ല പോണ്ട്. പക്ഷെ ലാസി എവിടെ പറഞ്ഞിരുന്നില്ല. ലാസിനെ കൂട്ടി വരുമോ? ഇത് ഓറഞ്ച് ബ്ലാക്ക് അല്ലേ വൈറ്റ് മൂന്ന് ലാസിന്റെ കളറല്ല ഇത്. ലാസിനെ തിന്നിട്ടങ്ങ കളർ ഫുഡൊക്കെ ആയിട്ട് ഇറങ്ങിക്കാണ് ലാസിനെ കാണാനില്ല. ലാസി എവിടെ? ലാസി വേറെ അറിയോ നിങ്ങളെ? അത് പോയിട്ടോ ശബ്ദം ഉണ്ടാക്കടാ വന്നോളൂ. ഇനി വരുന്ന തോന്നില്ലടി. ഒരു ഐഡിയ ഇല്ല ലാസി അവിടെ പോയിന്ന് കൊറേ നേരം. 2 ദിവസമായി. ഒരു ദിവസം കഴിഞ്ഞില്ലേ കൂ? ഇപ്പൊ എത്രാം ദിവസം? 2ാം ദിവസം. ഇതിപ്പോ എത്രാം ദിവസാ? 2ാം ദിവസം. കുട്ടികളെ ഇതപ്പോ നിങ്ങള് വീഡിയോയില് കണ്ട മാതിരി തന്നെ നമ്മുടെ ലാസ്റ്റ് പോയിട്ട് ഏകദേശം 2 ദിവസമായി. ഒരു രക്ഷയില്ല. അതെവിടാണ് എന്താണെന്നൊന്നും അറിയത്തില്ല. സത്യം പറയാലോ ആദ്യം വലിയ സീനൊന്നും ഇല്ലായിരുന്നു. ആദ്യം 2 വട്ടം പോയിരുന്നില്ല ഞാൻ വീഡിയോ ഇട്ടിരുന്ന്. ഇപ്പം ശരിക്കും പോയി. ഇന്നത്തേക്ക് എനിക്ക് തോന്നുന്നു കുറേ ദിവസമായി ഗൈസ്. ഓക്കെ എനിക്ക് 2-3 ദിവസമായി ലാസി പോയിട്ട്. നേരത്തെ പറഞ്ഞ തെറ്റിപ്പോയി. 2-3 ദിവസമായി ലാസി പോയിട്ട്. സോ എവിടെ പോയി എന്ത് പോയെന്ന് അറിയില്ല. അത് ഇനി ഉണ്ടാവില്ല, അത് കൺഫേം ആയി. കാരണം വരികയാണെങ്കിൽ വരേണ്ട സമയം കഴിഞ്ഞു. ഓക്കെ ഇനി എന്തായാലും ലാസി ഉണ്ടാവില്ല. സോ ജസ്റ്റ് പറയണം തോന്നി. ലാസി മരിച്ചു പോയെന്നൊക്കെ ചോദിച്ചാൽ ഡെഡ് ആയോന്ന് എനിക്കറിയില്ല. കാരണം നമുക്കറിയത്തില്ലല്ലോ എന്താണ് അതിന് സംഭവിച്ചതെന്ന്. സോ വരുമോയെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ എങ്ങാനും വഴി തെറ്റിയ എന്തെങ്കിലും രീതിയിൽ അതിവിടെ വരികയാണെങ്കിൽ, പക്ഷെ ചാൻസ് വളരെ കുറവാണ്. എസ്പെഷ്യലി അത് എന്താ പറയുക അങ്ങനത്തെ പൂച്ചയാണല്ലോ, നമ്മളുടെ നാട്ടിൻപുറത്തുള്ള ടൈപ്പ് പൂച്ചകളാണ്. ചിലപ്പോൾ പോയി കഴിഞ്ഞാൽ തിരിച്ച് വരികയൊക്കെ ചെയ്യും. വിളവന്മാരാണല്ലോ. പക്ഷെ ഇതെന്നൊക്കെ പറഞ്ഞാൽ അധികം, പക്ഷെ ഇതിനും വിളവുണ്ടില്ലേ, നല്ല വിളവുള്ള കൂട്ടത്തില്ല. പക്ഷെ എന്നാലും പുറത്തൊക്കെ ഇതുവരെ ഇറങ്ങിയില്ലല്ലോ. ഇറങ്ങി പോയി, ഒരു രക്ഷയില്ല. അത് എവിടെ പോയി എന്ത് പോയെന്ന് അറിയില്ല. നേരത്തെ കണ്ട പൂച്ചകളോടൊക്കെ ഡ്യൂട്ടി കുറേ ചോദിച്ചു നോക്കി എവിടെ പോയി ആ കണ്ടിണെന്നൊക്കെ. പക്ഷെ ഒരു രക്ഷയില്ല. ഇനിയിപ്പം എല്ലാ ദിവസവും എല്ലാ രാത്രി ഞങ്ങൾ ജസ്റ്റ് പുറത്ത് നോക്കും, ഞാനും കണ്ടു കഴിഞ്ഞാൽ പിടിച്ചാത്തിടാൻ. പക്ഷെ അല്ല മേ ബി അത് പോയി, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവാം. കിട്ടിയിട്ട് ചിലപ്പോൾ നോക്കി അറിയില്ല എന്താണ് സംഭവം എന്ന്. സോ അങ്ങനെ ആ അധ്യായം ഇവിടെ ക്ലോസ് ആയിരിക്കുന്നു. ലാസ്റ്റ് എന്ന അധ്യായം ഇവിടെ തീർന്നിരിക്കുന്ന കേസ്. ഓക്കെ ഇനി ഒരു പുതിയ പൂച്ചനെ ഒരിക്കലും വാങ്ങത്തില്ല. ദിസ് ഈസ് സോ സാഡ്. സോ ഇനി പൂച്ചനെ വാങ്ങത്തില്ല. അതങ്ങനെ കഴിഞ്ഞു. എനിക്ക് ജസ്റ്റ് ലുലു പോകണം, പിന്നെ ഒരു കാറ് നോക്കാൻ പോകണം. സോ അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ലാസ്റ്റ് പോയ സങ്കടത്തിൽ ഞങ്ങൾ പോപ്കോൺ ഇതിലിട്ടിട്ടുണ്ട്. കുഞ്ഞുമോളെ ഉളുപ്പുണ്ടോ? ഉളുപ്പ് എന്ന സാധനം പോപ്കോൺ. ലാസ്റ്റ് പോയ സമയത്ത് തന്നെ കഴിക്കാന് ലാസിക്ക് കൊടുക്കേണ്ട പോപ്കോൺ. കൊല്ലാൻ കൊടുക്കാണ് പട്ട് പൊട്ടി ഒന്നിട്ട് തുറന്ന വല്ലൊന്ന് വിട്ടിച്ച വല്ലൊന്ന് വിട്ടിച്ച. ഓ ഓ ലാസ്റ്റ് ഫൈനൽ. ഓ പൊട്ടിത്തെറിക്കുകയാണല്ലോ സീൻ. ഇതിപ്പോൾ അറൗണ്ട് 8 മണി ആവാനായി. ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്ത് പോട്ടെ. അപ്പോൾ പോകുന്നതിന് മുമ്പ് പൈപ്പിലും കാര്യങ്ങളൊക്കെ നടക്കല്ലേ. സോ നിങ്ങൾക്ക് നിങ്ങൾ ഒപ്പീനിയൻ കൊടുത്തിട്ട് റിവാർഡ്സും കാര്യങ്ങൾ കിട്ടുന്ന സൈറ്റാണ് ലോട്ടസ് 365 എന്ന് പറയുന്നത്. ഇതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ലൈക്ക് ഇപ്പോൾ 6 മാച്ച് ജയിക്കും, 6 മാച്ച് തോൽക്കുന്നത്, ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ട് 50-ൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ 365 രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 365 റുപ്പീസ് കിട്ടുന്നൊക്കെയാണ് അവർ പറയുന്നത്. പിന്നെ 10 മില്യൺ കൂടുതൽ ആൾക്കാർ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 24/7 കസ്റ്റമർ സപ്പോർട്ട് ഉണ്ട്. പിന്നെ ഇത് പ്രൊമോട്ട് ചെയ്തിരിക്കുന്ന ഫേമസ് ബോളിവുഡ് ആക്ട്രസ് ആയിട്ടുള്ള ഉർവശി റാവത്തർ, അതുപോലെ തന്നെ നവാസുദ്ദീൻ സിദ്ദിഖ്, കാജൽ അഗർവാൾ. താല്പര്യം ചെക്ക് ചെയ്യാം. ഞങ്ങൾ ലുലു വന്നപ്പോൾ ഞങ്ങൾക്ക് പിയാനോ വാങ്ങാൻ ആഗ്രഹം, കോപ്റ്ററിനെ പഠിക്കാൻ ആഗ്രഹം, ഡോക്ടറിനെ ഓട്ടാൻ ആഗ്രഹം. സോ ഒന്ന് വാങ്ങാൻ വിചാരിച്ചു. ഇതിന്റെ റേറ്റ് ഒക്കെ ഏകദേശം 8000, 3000, 4000 റുപ്പീസ് ഒക്കെ ഉണ്ട്. കോപ്റ്റർ എടുത്താലോ? എടുക്കാം. 3 പീസ് 3 നമുക്ക് 3 ആക്കൂടെയും കളിക്കാം കോമ്പറ്റീഷൻ. അത് കഴിഞ്ഞപ്പോൾ നേരെ എൻ്റെ ഗ്ലാസ് എടുത്തിന്, സ്പെക്സ് എടുത്തിന്. സോ അത് ജസ്റ്റ് ഒന്ന് പവർ ചെയ്യിക്കാൻ പോയാൽ വിചാരിച്ച്. അറൗണ്ട് 2-3 റുപ്യ ആയിട്ട് അത് മൊത്തത്തിൽ പവർ ചെയ്തെടുക്കാം. സഞ്ജയ് മാത്രം വിദൂര ഇവിടെ നടന്നു പോകുന്ന കേസ്. അപ്പോൾ ലുലുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതാക്കണ 7 സീരീസ് ആണ് എടുത്തത്. 7 സീരീസിൽ എനിക്ക് കാരണം പറ്റാറില്ല, വലിയൊരു നീളമുള്ള വണ്ടിട്ട് അന്നേ കാണിച്ചെന്ന്. സോ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ കീ ഇടുന്നതൊക്കെ വേറെ ലെവലാണ് കേസ്. ഇതാണ് കീ. ഇതിന് മറ്റേ സാധനങ്ങളൊന്നുമില്ല, സുനൊന്നുമില്ല. അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കിയിട്ട് കണ്ടില്ലേ. അപ്പോൾ അതിങ്ങനെ പൊങ്ങി വരും. എന്നിട്ട് സ്റ്റാർട്ട്. അപ്പോൾ ഈ സ്റ്റിയറിങ് മൊത്തം സെറ്റിങ്സ് ഒക്കെ മാറി വരും. കണ്ടില്ലേ പൊങ്ങി വരണണ്ടില്ലേ. സ്റ്റിയറിങ് പൊങ്ങുന്ന, എന്നിട്ട് സ്റ്റിയറിങ് അഡ്ജസ്റ്റ് ആവും. അതുപോലെ തന്നെ സീറ്റ് അഡ്ജസ്റ്റ് ആവില്ലേ അല്ലേ? സീറ്റ് അഡ്ജസ്റ്റ് ആവും. വലിയൊരു കാറാട്ടോ, കുറേ സാധനങ്ങളിലെ കാറാട്ടോ. ഇതെന്താ സംഭവം എന്താണ്? ഇവിടെ ഈ സൂപ്പർ ചാർജിങ്. ഓ ഇവിടെ സൂപ്പർ ചാർജിങ് സിസ്റ്റം ആട്ടോ ലുലുവിൻ്റെ ലെഫ്റ്റ് സൈഡിൽ.
ആക്ടർ വല്ലതാണ് അത്? അല്ല, ആക്ടർ അയോണിക് 5. ഓ, അയോണിക് 5 കുഴപ്പമില്ല. നൈസ്. ഇതിന്റെ റിവ്യൂ നമ്മൾ ഇട്ടിട്ടുണ്ട്. കാറ് അയോണിക് 5ന്റെ റിവ്യൂ ഇട്ടിട്ടുണ്ട്. കാലങ്ങൾക്ക് ശേഷം, വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ കോപ്റ്ററിന്റെ വണ്ടി പെയിന്റ് അടിച്ചിട്ടുണ്ട്. ഒരു വർഷം പെയിന്റ് അടിക്കാൻ കേട്ടിട്ട് ആനിവേഴ്സറിക്കാണ് നമ്മൾ ഇനി വണ്ടി ഇറക്കാൻ മതി. ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല, ഇനി ഒരു വർഷം വേറെ വർക്ക്ഷോപ്പ് കിടക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും പെയിന്റ് അടിച്ചൊന്ന് കാണാൻ വിചാരിച്ചു. സോ ഇതാട്ടോ വണ്ടി, കണ്ടില്ലേ? മൊത്തമായിട്ട് പെയിന്റ് അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി റെഡ് കളർ പെയിന്റ് ആട്ടോ. ഇനി ഇവർ പറഞ്ഞത് ഒരു കോട്ടിങ് എന്തോ 2 കോട്ടിങ് കിട്ടും, ഷൈനിങ് എന്തോ സാധനം അടിക്കുന്നുണ്ട്, ലൈക്ക് ഫിനിഷർ പോലെ. സോ ഇനി എനിക്ക് അലോയ് ഒക്കെ മാറ്റിയിട്ടുണ്ടല്ലേ? അലോയ് ഒക്കെ മാറ്റിയിട്ട് ചെത്ത കാണാം. എന്നാടാ അലോയ് ഇട്ട്? അലോയ് ആണോ ടയറാണോ മാറ്റേണ്ടത്? അലോയ്സ് മാറ്റണം അല്ലേ? ഓക്കെ. എന്നിട്ടാണ് പെയിന്റ് അടിക്കുക? അല്ല, അലോയ്സിന് മുമ്പ് പെയിന്റ് അടിക്കുക. ഇനി ബമ്പർ അടിക്കാണ്ട് ഇതാക്കണം. ബമ്പറൊക്കെ എന്നാണ് പറഞ്ഞ് അടിച്ച് കഴിയാൻ ടൈം എടുക്കും. ഇനി ഒരു അരാവശ്യം നാളെ തന്നെ ബമ്പർ അടിക്കണം. ഈ കോപ്റ്ററിന്റെ കാലങ്ങളാണ്. ഇനി നമ്മൾ ഇതിൽ കളിക്കും. ഇനി ബെൻസൊക്കെ എടുത്ത് ഒഴിവാക്കില്ലേ? നമുക്കില്ലേ BMW എംബ്ലം ഇവിടെ വെച്ചാലോ? നല്ല ഐഡിയ ഇല്ലേ? ബെൻസിന്റെ അത് വേണം വെക്കാം. വേണ്ട, റോൾസ് റോയ്സ് തന്നെ ആയിക്കോട്ടെ. റോൾസ് റോയ്സിന് നമുക്ക് 3D പ്രിന്റ് ചെയ്തെടുക്കാം, എന്നിട്ട് വെക്കാം. കൊള്ളാം, നല്ല കളർ. എനിക്ക് ഇനി ഇവര് പറഞ്ഞേ ഒരു കോട്ടിങ് കൂടി അടിക്കാണ്ട്. അപ്പോഴാണ് ആ സ്മൂത്തിങ് വരില്ലേ? കട്ടിങ് ഇല്ലേ? അപ്പൊ ഈ ബബിൾസ് ഒക്കെ പോകൂലേ? ഓക്കെ 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 ഓക്കെ, കൊള്ളാം. നമുക്ക് ഇതിൻ്റെ ഉള്ളൊന്ന് നോക്കാം. തുറക്കാൻ പറ്റും. ഫുള്ള് കാടാണല്ലോടാ. ഓ ഇതൊരു 2 വർഷത്തേക്കുള്ള പണിയുണ്ട് ഗൈസ്. ഇതിൻ്റെ ഉള്ളത്തെ കൊതുവിനെ മാറ്റാൻ വേറൊരു വർഷം, 2 വർഷം. സീന മുമ്പിൽ എടാ എത്ര ഇലയും മാറ്റുണ്ടേ? 4 ഇലയും മാറ്റുണ്ടോ? ഇല്ലടാ, പെയിന്റ് ചെയ്യാനാണോ? അത് ശരി. ടയറാണോ വേറെ വാങ്ങുന്നത്? എഞ്ചിൻ വേറെ വാങ്ങേണ്ടി വരുമോ? ആവശ്യമില്ലല്ലേ? സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ? സ്റ്റാർട്ട് ചെയ്യാൻ കീ വേണ്ടി വരും. സ്റ്റാർട്ട് ചെയ്ത് വർക്ക് ചെയ്യാൻ നോക്കിയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നോക്കാം. ദാറ്റ്സ് ബെറ്റർ, റൈറ്റ്? കോപ്റ്റർ കടന്നിട്ട് അതിൻ്റെ ഉള്ളിൽ എലിയുണ്ടോ നോക്കുകയാണ്. പറയാൻ പറ്റില്ല, വർഷങ്ങളായില്ല. എലിയൊക്കെ ഉണ്ടാവും. 1 വർഷം കേസ് പെയിന്റ് അടിയായിട്ട്. കോമഡിയാണ് എൻ്റെ കാര്യം. ഇത് ഓ, ഇത് നിന്റേതാണോ? ഇത് എന്റേതാണോ? അല്ല ബ്രോ, ഒപ്ട്രാൻ്റെതാ. ഏത് ഒപ്ട്ര? അതന്നെ, അത് അവൻ്റെതാണോന്ന്? ഓക്കെ ഓക്കെ. അവൻ വീട്ടിനടുത്തുണ്ടോന്നാണോ? ഞാനിപ്പോൾ ഇതാക്കണ ഒരു മിൽക്ക് സർവത്ത് പറഞ്ഞ് ഡോക്ടർ എനിക്ക് പോസ്റ്റ് തന്ന്. എത്ര മണിക്കൂറാ പോസ്റ്റ്? 1 മണിക്കൂറാ? 3 മണിക്കൂർ പോസ്റ്റോ? അതുവരെ അത് എത്തിയാ കുടിച്ചിട്ട് ഇപ്പം വരാം. ഇവർക്ക് ആർക്കും വേണ്ടെന്ന് പറഞ്ഞു. സോ ഞാൻ ഒറ്റ കുടിക്കാം. താങ്ക് യു. പൊട്ടുപൊട്ടതെനിക്കാണ്. എന്ത് ടേസ്റ്റ് ചെയ്യുന്നതാ? ആദ്യമായിട്ടാണ് മിൽക്ക് സർവത്ത് കുടിക്കണേ? കുടിച്ചോക്ക്, എങ്ങനെ പറയാം. ഇതുവരെ കുടിക്കാൻ മൂടില്ലാന്ന് പറഞ്ഞ വാങ്ങിയിട്ട് കുടിക്കണത്. ഇറ്റ്സ് ടൈം ടു ബെഡ്. ഓ മൈ ഗോഡ്. അങ്ങനെ വീട്ടിലെത്തി. ഇനി അവൻ്റെ കാർ എന്താ അറിയില്ല. പിന്നെ നമ്മുടെ സഞ്ജയിൻ്റെ കാറുണ്ട്, അത് ഇറങ്ങാണ്ട് കോണ്ടസ്, അത് എയർ സസ്പെൻഷനൊക്കെ ചെയ്യാൻ പോവാണ്. സോ അതൊക്കെ വേറെ ലെവലായിരിക്കും. പിന്നെന്താ പറയുക, പിന്നെ ലാസ്റ്റ് പോകേണ്ട ആകപ്പാട് ഒരു മൂഡ് ഓഫ് ഗൈസ്. കുറച്ച് ദിവസമായിട്ട് ലാസ്റ്റ് ഇല്ലാതെ വലിയ, പക്ഷേ ലാസ്റ്റ് പോയി എന്നിങ്ങനെ ആലോചിക്കുമ്പം എവിടോ എന്തോ ഒരു പ്രത്യേകിച്ച് നമ്മളുടെ എന്താ പറയുക, ഡോക്ടറൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയും 3 വർഷത്തോളം അറൗണ്ട് 3 വർഷത്തോളം നമ്മളെ കൂടെ ഉള്ള ഒരു ആളാണല്ലോ. അപ്പോൾ ഇത് പോയപ്പം ചെറിയൊരു വിഷമം ആലോചിക്കുമ്പോട്ടോ. അല്ലാത്ത സമയത്ത് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അത് ലാസ്റ്റ് പോയി ആലോചിക്കുമ്പോൾ ഒരു വിഷമം. നമുക്കെന്താ കൊടുത്താൽ മതിയായിരുന്നു, വേറെ ആർക്കും നോക്കുന്നവർക്കൊക്കെ കൊടുത്താൽ മതിയായിരുന്നു. ബട്ട് അത് ചെയ്യാൻ കഴിഞ്ഞില്ല. അത് അതിൻ്റെ ഇഷ്ടത്തിന് പോയി. പിന്നെ അത് വെള്ളവനാ ഗൈസ്, പഠിച്ച വെള്ളവത്തിയാ. പോവും, എങ്ങനെയായാലും അത് പോവായിരുന്നു. സോ പോയി ജീവിക്കട്ടെ എവിടെയെങ്കിലും. ഞാൻ ഈ വീഡിയോ കാണുന്നവരാരെങ്കിലും കാണുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, സോ നാളെ കാണാം. ബൈ.